യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോൾ, പിറ്റേന്നാൾ യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ യേശു തിരിഞ്ഞ് അവർ പിന്നാലെ പിന്നെ വരുന്നത് കണ്ടപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ദൈവത്തിന്റെ കുഞ്ഞാണെന്നുള്ള സംബോധന കൊള്ളാം. എന്നാൽ യേശു വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഈ ശിഷ്യന്മാർ അനുഗമിക്കുകയാണ്. യേശു തിരിഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോകുന്ന കർത്താവിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. നീ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയണം. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച വന്ന് ആരാധിച്ചിട്ട് അടുത്ത ഒരാഴ്ച ദൈവത്തോട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതമല്ല. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരിക്കൽ സങ്കടം വന്ന് പറയും, ദൈവത്തിന്റെ കുഞ്ഞാണ് അവൻ, ദൈവത്തിന്റെ കുഞ്ഞാണ് അവൻ, അറക്കപ്പെട്ട കുഞ്ഞാണ്. അതുപോലെ ഈ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവിനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആഴ്ചയിൽ ഒരിക്കൽ ആരാധിച്ച് ഹല്ലേലൂയ മടങ്ങി പോകുന്നവരെ പോലെ ആയിരുന്നില്ല ശിഷ്യന്മാർ. അവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് നോക്കിയപ്പോൾ ഈ പിള്ളേർ നമ്മുടെ പുറകെ വരിക, ഈ ശിഷ്യന്മാർ പുറകെ വരിക. നിങ്ങൾ എന്തെന്വേഷിക്കുന്നു? അവർക്ക് അറിയേണ്ടത്, കർത്താവേ നീ എവിടാ താമസിക്കുന്നത്? നീ എവിടെയാ? എന്തിനാ താമസിക്കുന്നത് എന്നാ ചോദിച്ചത്. അവനവരോട് പറഞ്ഞെന്താ? വന്ന് കാണി. അടുത്ത പദമൊന്ന് ശ്രദ്ധിച്ച്, അവനോട് കൂടെ പാർത്തു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇടയ്ക്കൊന്ന് സംസാരിച്ചിട്ട് ഇടയ്ക്ക് ചില വിടുതലുകൾ നൽകിയിട്ട്